വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഗുരുവായൂർ പുഷ്പോത്സവം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഗുരുവായൂർ ഉത്സവമൊക്കെയാണല്ലോ, അപ്പം എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ പുഷ്പോത്സവം നടക്കാറുണ്ട്. അപ്പം ഈ പ്രാവശ്യമൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ 7 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഫസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളാണ്. ബൊഗൈൻ വില്ലകൾ, റോസുകൾ, പിന്നെ ചെണ്ടുമല്ലി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ. പിന്നെ ഇതൊക്കെ നോക്കി രസം. സൂപ്പറായിട്ടല്ലേ. അതിന്മേൽ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ആ ചേച്ചൻ്റെ അമ്മയുടെ ഫോട്ടോസ് എടുക്കാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്കൂളിൽ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ അച്ഛനമ്മയ്ക്കാണ് ഓരോ ഫോട്ടോസ് എടുക്കുക. പിന്നെ അവിടെ കണ്ടില്ലേ ഇറങ്ങണ ടൈപ്പ് സാധനം, അതേപോലെ ഇതേ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. തെറ്റത്ത് ഇവിടെയൊക്കെ നിറയെ റോസുകളാണ്. റോസുകളുടെ വെറൈറ്റീസ്, ബൊഗൈൻ വില്ലകളുടെ വെറൈറ്റീസ്. നല്ല രസമുണ്ട് അല്ലേ. ഇതിന് മുട്ടിട്ടിട്ടുള്ള പൂ ഉണ്ടാവണുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള കൊലകൊല പോലത്തെ പൂവാണ് ഉണ്ടാവും. ഞാൻ നഴ്സറിയിൽ കണ്ടിട്ടുണ്ടത്. ഇതാണ് കേട്ടോ, നല്ല രസത്തിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് ജമന്തിയാണ്, വൈറ്റ് ജമന്തി. അപ്പം അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ഇലച്ചെടികൾ കുറേയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിത്തുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഫോണിൻ്റെ കവറുകൾ, നെല്ലിക്ക, കാന്താരി, മറ്റു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി മിഠായികൾ, ജോക്കർ മിഠായി, സിഗരറ്റ് മിഠായി, പുതിയ ബ്രാൻഡാ. പിന്നെ നമ്മുടെ പുളിമിഠായി, എന്താ നാണയ മിഠായി, വെറൈറ്റി മിഠായികളാണ്. നൊസ്റ്റാൾജിയകളാണ്. ബെഡ്ഷീറ്റുകളൊക്കെയാണ്. എല്ലാതരം വെറൈറ്റി അച്ചാറുകൾ. എന്താ ടെസ്റ്റ് ചെയ്യണം. അയ്യോ എരിഞ്ഞിട്ട് പോയോ. മധുര എരിഞ്ഞോട്ടി. വെറൈറ്റി അച്ചാറുകൾ ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ മതി. ഇത് വേദന അങ്ങനത്തെയുള്ള ഐറ്റംസിനൊക്കെയുള്ള മരുന്നുകളാണ് കേട്ടോ. ഇതെന്തോ കുട്ടികൾക്കുള്ള സ്കെച്ച് പെന്ന് അങ്ങനെ എന്തൊക്കെയാണ്. ഇതേപോലെ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഊതിയിട്ട് പെയിൻറ് ചെയ്യുന്ന സംഭവം. ഇവിടെ മാല, കമ്മലുകൾ, പൊട്ടുകളൊക്കെ ഉണ്ട്. കമ്മലുകളൊക്കെ നല്ല വെറൈറ്റി കമ്മലുകളുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഇതിൽ നിന്ന് വാങ്ങാൻ വെച്ചാൽ റേറ്റ് കൂടും. ബുക്ക് സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ ബുക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഏത് ടീച്ചറാണ്? ഇതിലൊരുപാട് നോവലുകളുണ്ട് കേട്ടോ. നമ്മുടെ ജോസഫ് അന്നംകുട്ടിയുടെ ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറഞ്ഞ നോവലൊക്കെയുണ്ട്. അങ്ങനെ ഒരുപാട് നോവലുകളുണ്ട്. വെറൈറ്റി അലുവകളാണ് കേട്ടോ. ഇതാണ് എൻ്റെ ട്രൈ ചെയ്ത് അലുവ, വെറൈറ്റി അലുവകൾ. പിന്നെ ഗ്യാസ് ട്രോളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബുക്കുകൾ. ഇതെന്താ ഇതൊക്കെ പിള്ളേർക്ക് കളിക്കണതാണോ? സ്ലൈറ്റ്, പിള്ളേരുടെ സ്ലൈറ്റുകളിടാം. അപ്പം ഞാൻ എൻ്റെ ഫോണിന് ഇവിടുന്ന് ഒരു ഫോൺ കവർ ഞാൻ കുറേ വിചാരിക്കുന്നു വാങ്ങണം എന്ന്. നോക്കട്ടെ, നല്ലതുണ്ടെങ്കിൽ വാങ്ങാം. 100 രൂപയല്ലേ ഇതൊക്കെ? 130. പിന്നെ ഫോട്ടോ ഫ്രെയിമുകളാണ് കേട്ടോ. വെറൈറ്റി ഫ്രെയിമുകളൊക്കെ ഉണ്ട്. ഇതെന്തോ സോപ്പും സംഭവങ്ങളൊക്കെയാണ്. ബാമും തണിമിട്ടി കസ്തൂരി മഞ്ഞൾ മഞ്ചിഷ്ടൊക്കെ ചേർന്നിട്ടുള്ള സോപ്പാണ്. ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ക്രീമാവും. പതയില്ല. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം.
മുഖത്തെ ടാന്, അഴുക്ക്, എണ്ണമയെല്ലാം പോയിട്ട് ഫേസ് നല്ല ക്ലീൻ ആവും, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. എന്താ റേറ്റ്? 80 രൂപ. അയ്യോ, ഫേഷ്യൽ സോപ്പാണ് കേട്ടോ, മുൾട്ടാണി മുട്ടിയുടെയൊക്കെയാണ്. മറ്റ് നല്ല സ്പ്രേയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 80 രൂപയാണ് വരുന്നത്. 80 രൂപയെ കാരണം എനിക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ മിനിമം പോയാലും 20 രൂപയുടെ സോപ്പ്. കുട്ടിക്കൂറ മറ്റേ ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതെന്താ, ഇതൊക്കെ എന്താ പറഞ്ഞ കറുത്ത പാടുകൾ പോവാനൊക്കെ ആയിട്ടല്ലേ, മുഖക്കുരു, കറുത്ത പുള്ളികൾ, അതിനൊക്കെയുള്ള മെഡിസിൻ ആണല്ലോ അതൊക്കെ. പൗഡർ അതല്ലേ. എങ്ങനെയാ റേറ്റ് വരണേ? റേറ്റ് 300 റുപ്പീസ് വരുന്നുണ്ട്. 15 ഡേയ്സ്. അതെല്ലേ. അതെ. ചേച്ചിക്ക് സുഖം കാണുന്നില്ല, 2 ഫ്രണ്ട്സ് കൊണ്ട് റിഫർ ആക്കിത്തരും. ഇതൊക്കെ മരുന്നുകളാണോ കേട്ടോ? ഇതെന്താ? രക്തചന്ദനാണ്. ഡ്രസ്സിൻ്റെ ഒക്കെ സ്റ്റോളാണ് കേട്ടോ. ഇത് ശർക്കര എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്റ്റോളുകളാണ്. പിന്നെന്താ, കൈരേഖ കേട്ടോ, ആയുർരേഖ, ഹസ്തരേഖ, ശാസ്ത്രം അറിയാനൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ കൈ വയ്ക്കുക. അവിടെ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് പറയും. ചിപ്സ് ടെസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ മറ്റേ വറുത്ത് തിന്നണമെന്നില്ല, അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ വെറൈറ്റികളുണ്ട്. ഒരു സ്റ്റോളാണ്. കഴിഞ്ഞ പ്രഭു വാട്ട് ഈസ് ദിസ്? ഇവിടെ ഐസ്ക്രീം കുറച്ചുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ എല്ലാ രാത്രിയും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ. ഈ സ്റ്റേജിൽ ഫുഡ് സ്റ്റോള് ഇത് 1, 2, 3 ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പുഷ്പോത്സവം എന്ന് പറഞ്ഞിട്ട് ആകെ കുറച്ച് പൂക്കളും പിന്നെ കുറച്ച് ഇതുപോലുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഇനി വേണ്ടതായിരുന്നു കേട്ടോ, ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, കുറച്ച് സ്റ്റോളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയുള്ള ചെടികൾ നമുക്ക് വാങ്ങിക്കാനുള്ളതാണ് കേട്ടോ. ബാക്കിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഈ ഒരു ചെടി വെറൈറ്റിയാണ്, സിൽവർ ഡസ്റ്റ് എന്ന് പറയുന്ന പേര്. റോസ് മേരിയുടെ ചെടിയാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഡാലിയാണ് കേട്ടോ, ഡാലിയ. പോട്ട് കണ്ടില്ലേ, ചെറിയ പിള്ളേരുടെ പോട്ട് കേട്ടോ.